ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുമ്പേ സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അലീനയും ബാലചന്ദ്രനും കൂടി നേരെ പോകണം നമ്മുടെ സ്റ്റാൻലി ജോസഫിന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കാണ്. അവിടെ കുറെ നായ്ക്കളൊക്കെ ഉണ്ടല്ലോ. അവർ അലീനെ കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് നമസ്കരിക്കുന്ന പോലെ കാണിക്കാട്ടോ. അങ്ങനെ എല്ലാവർക്കും അപ്പൊ തന്നെ അലീന ആകെ ഷോക്കായി പോവാണ്. കാരണം അവർക്ക് പോലും കാര്യം മനസ്സിലായല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ അകത്ത് കയറുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് ഒന്ന് തിരിയുമ്പോഴാണ് അലീന ഷോക്കിംഗ് ആവുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വീട്ടിൽ അച്ഛന്റെ ബിസിനസ് പാർട്ട്ണർ ആണെന്ന് പറഞ്ഞു വന്ന അതേ ആള് തന്നെയാണ് സ്റ്റാൻലി ജോസഫ് എന്ന്. അപ്പോഴാണ് അലീനക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അലീന അപ്പൊ തന്നെ നമ്മുടെ ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കണ്ട. ബാലചന്ദ്രൻ കണ്ണടച്ചാതെ ഇത് നിന്റെ അച്ഛൻ തന്നെയാണ് എന്ന രീതിയിൽ കാണിക്കുമ്പോഴേക്കും അലീനക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ അലീന നമ്മുടെ ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ സ്റ്റാൻലി ജോസഫിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഹലോ ബാലചന്ദ്രൻ എന്ന് പറയുമ്പോഴേക്കും ഹൗ ആർ യു? ഫൈൻ, ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം. ഹലോ അലീന എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുമ്പോൾ അലീന കൈ കൊടുക്കാൻ മടിച്ചിട്ട് അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ. ബാലചന്ദ്രൻ പറയണ്ട മോളെ എന്ന് പറയുമ്പോഴേക്കും അലീന കൈ കൊടുക്കണം. ബാലചന്ദ്രൻ പറയണ്ട, അതെ ഇത് എന്റെ സ്വന്തം മോളാണ് കേട്ടോ, ഞാനിവിടെ ഏൽപ്പിച്ചു പോകുകയാണ്, ഇവളെ ഒരിക്കലും വേദനിപ്പിക്കരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അറിയാലോ എന്റെ വീട്ടിൽ അത്രമാത്രം വേദന സഹിച്ച അവൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ വേദനകളൊക്കെ അവള് സഹിക്കും, പക്ഷെ ഒരുപാട് അവളെ വേദനിപ്പിക്കരുത്. ഇനിയെങ്കിലും അവൾ സന്തോഷത്തോടെ ഇരിക്കണം, അതാണ് എന്റെ ആഗ്രഹം. ഇവളുടെ ഒരൊറ്റ ആളുടെ നിർബന്ധപ്രകാരമാണ് ഇവളെ സേഫ് ആയിട്ടുള്ള അടുത്ത് മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിയത്. നിങ്ങൾ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി വിശ്വാസം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി പോണത്. എന്റെ പൊന്നു മോളെ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയണ്ട്, നോക്കും പൊന്നു പോലെ ഞാൻ നോക്കും. പിന്നെ ഒരു കാര്യം, ഇവള് സ്നേഹിക്കും, നന്നായിട്ട് സ്നേഹിക്കും, പക്ഷെ ഇവളുടെ അടുത്ത് സ്നേഹം കാണിക്കണം. പിന്നെ സ്നേഹം കാണിച്ചാലും ഇവൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്നേഹമുണ്ടെന്ന് പുറമെ പറഞ്ഞാൽ പോരാ, അതുള്ളിൽ നിന്ന് തോന്നണം, എങ്കിൽ മാത്രമേ അത് അവൾക്ക് വിശ്വാസമാവുള്ളൂ. അത് കേട്ട് സ്റ്റാൻലി പറയണ്ടേ, എന്റെ രണ്ട് കയ്യിലും ഇത് ഒരുപാടുണ്ടായിരുന്നു സ്നേഹം, കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് എവിടേക്കോ വെച്ചു, നഷ്ടപ്പെട്ടു. ഇപ്പൊ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അങ്ങനെ ആരുമില്ല. ഇവിടെ എന്റെ കൂടെയുള്ള ആൾക്കാരെ കണ്ടില്ലേ മുറ്റത്ത്, അവരും ഒരു 5-6 പേരുണ്ട്. അവരാ ഇപ്പൊ എന്നെ ഒരുപാട് ഈ ലോകത്ത് ആരാണ് എന്നെ കൂടുതൽ സ്നേഹിക്കണം ചോദിച്ചാൽ ഞാൻ കൈ ചൂണ്ടി കാണിച്ചു പറയും, അത് എന്റെ മുറ്റത്ത് നിൽക്കുന്ന ആ വാലാട്ടുകളാണെന്ന് എന്ന് പറയണം. അലീനെ നോക്കിയിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സ്റ്റാൻലിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ, എത്ര പേര് കൂടിയ പട്ടികളും ഓടി വന്നാലും അലീനെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അവര് വാലാട്ടി അലീന്റെ അടുത്ത് വന്ന് നിൽക്കും. അതാണ് മൃഗങ്ങൾക്ക് പെട്ടെന്ന് അലീനെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങളിൽ നിന്ന് കിട്ടിയ ആ ഗുണമാണതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതുകൊണ്ട് ഇനിയിപ്പോ സമയം വൈകിപ്പിക്കുന്നില്ല, എന്റെ മോളെ ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകുവാണ്. അപ്പോഴേക്കും അലീന വേഗം ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോണം. അച്ഛാ ഞാൻ അച്ഛന്റെ കൂടെ അവിടെ കാറിന്റെ അവിടെ വരെ വരാം. അതിനെന്താ മോള് വന്നോ എന്ന് പറയണം. അങ്ങനെ ബാലചന്ദ്രൻ കാറിലേക്ക് കയറുന്ന സമയത്ത് അലീന ബാലചന്ദ്രന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുവാട്ടോ. ബാലചന്ദ്രൻ ഇങ്ങനെ അലീനെ നോക്കുന്നുണ്ട്. എന്താ മോളെ? അല്ല, ഒരു അച്ഛനെ മോളെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കടമ്പകളാണല്ലേ. എന്നെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം അന്ന് വീട്ടിൽ വന്നേലേ. മോളങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. സ്വന്തം മോളെ കണ്ടൊരു ആഗ്രഹം പറഞ്ഞപ്പോ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. അദ്ദേഹം വൈജയന്തിന് അത്ര ഒന്നുമില്ല, മനസ്സിലായോ? അദ്ദേഹം നല്ലൊരു മനുഷ്യനാ. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ഒരുപാട് അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നുമില്ല. അത് ചോദിക്കാൻ എനിക്ക് തോന്നിയുമില്ല. എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരു കുറ്റബോധത്തിലാണ് അയാൾ നിൽക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മോള് വേണം ഇനി എല്ലാം ശരിയാക്കാൻ. എന്തായാലും എന്റെ വീട്ടിലുള്ള തലതെറിച്ചതുങ്ങളെയൊക്കെ മോള് ശരിയാക്കി തന്നില്ലേ, ഇത് സിമ്പിൾ ആയിരിക്കും. നോക്ക്, സത്യം പറഞ്ഞ മോള് ഭാഗ്യവതിയല്ലേ. എല്ലാവർക്കും ഒരു ഒറ്റ വീടേ ഉണ്ടാവുള്ളൂ, അച്ഛൻ അമ്മ സഹോദരങ്ങൾ എന്ന് പറഞ്ഞിട്ട്. മോൾക്കിപ്പോ അവിടെ വൈജയന്തിനെ നോക്കണ്ട, അവിടെ ഞാനുണ്ട്, കൃഷ്ണമോളുണ്ട്, ബബിതമോളുണ്ട്, രോഹിത് ഉണ്ട്, പിന്നെ മനു ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ മോളുടെ അങ്കിളുമാരുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പൊ മോളുടെ സ്വന്തം അച്ഛനെ കണ്ടു, സ്നേഹമുള്ള അച്ഛനെന്ന് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ഇനി ഒരേ ബന്ധുക്കൾ വരും. മോൾക്ക് ഒരുപാട് ബലമുള്ള ഒരു ആളാണ് മോള്. പിന്നെ ഈ പറഞ്ഞ മോളുടെ അച്ഛൻ ഉണ്ടല്ലോ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുമ്പോ അലീന പറയണ്ട, അച്ഛനോ? എന്റെ അച്ഛൻ ബാലചന്ദ്രനാണ്, സ്റ്റാൻലി ജോസഫ് പപ്പ അങ്ങനെ പറഞ്ഞാൽ മതി. അച്ഛൻ ആ വിളി എനിക്ക് എന്റെ അച്ഛനെ മാത്രം വിളിച്ചാൽ മതി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ ബാലചന്ദ്രന്റെ സങ്കടമാവാട്ടോ. ശരി, മോളുടെ പപ്പയുടെ പപ്പ, അതുപോലെ തന്നെ പപ്പയുടെ സഹോദരങ്ങൾ, പെങ്ങള്, ഇവരെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ തറവാട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. എല്ലാം നല്ല ആൾക്കാരാ, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ വൈജയന്തിന്റെ കുടുംബത്തിന്റെ അത്ര ഹാനികരമല്ല ഇവരുടെ കുടുംബം എന്നിങ്ങനെ പറയാണ്. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ മോളെ എന്ന് പറയുമ്പോഴേക്കും അത് അച്ഛന് കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ. ഇപ്പൊ പുറപ്പെട്ടാലേ രാത്രിക്ക് മുമ്പ് അവിടെ എത്താൻ പറ്റുള്ളൂ, മോൾക്കറിയാലോ, ഒരുപാട് താമസിപ്പിക്കേണ്ട വെച്ചിട്ടാണ്. നോക്കി വണ്ടി ഓടിക്കണോട്ടോ എന്നിങ്ങനെ അലീന സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ മാറി നിൽക്കുകയാണ് സ്റ്റാൻലിയും പിന്നെ മറ്റേ പുള്ളിക്കാരനും ചേട്ടനും കൂടി കേട്ടോ. അപ്പൊ ആ ചേട്ടൻ ഇങ്ങനെ അലീനെ നോക്കിയിട്ട് സ്റ്റാൻലി എടുത്ത് പറയുന്നുണ്ട്, സത്യം പറഞ്ഞ ഈ കുട്ടി ഉണ്ടല്ലോ, എന്താ കുട്ടിയുടെ പേര്? അലീന. അലീന എന്ന അവളുടെ പേര്. അലീന
അവളെ കാണാനേ ശരിക്കും സാബിന്റെ മൂത്ത മകളുണ്ടല്ലേ നമ്മുടെ ഡാനിയ, ആ കുട്ടിനെ പോലെ തന്നെയുണ്ട് അല്ലെ, അതേ മുഖച്ഛായ. ദേ ഇവളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സാറിന് ഒരു കഥയും പറയേണ്ടി വരില്ല. കാരണം ഡാനിയ മോളെ പോലെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് സാറിന്റെ മകളാണെന്ന് ആർക്ക് കണ്ടാലും തിരിച്ചറിയാൻ പറ്റും. പിന്നെ സാറിന്റെ അമ്മയുടെ അതേ മുഖച്ഛായ തന്നെയാണ്. സാറിന്റെ അമ്മേനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല സാബ്, പക്ഷെ ഫോട്ടോയിലെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇവളെ പോലെ തന്നെയായിരിക്കുന്നത്. അതേടോ, എന്റെ അമ്മയുടെ അതേ മുഖച്ഛായ അലീനക്ക്. ആ മുഖച്ഛായ തന്നെയാണ് എന്റെ മൂത്ത മകൾ ഡാനിക കിട്ടിയത്. ഇനി മൂത്ത മകൾ ഡാനിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അലീന അവളാണ് എന്റെ മൂത്ത മകൾ. അവൾക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. കണ്ടല്ലോ, ബാലചന്ദ്രൻ അവളെ പൊന്നും സ്വർണവും കൊണ്ട് മൂടിയിട്ടല്ല കൊണ്ടുവന്നത്. അത് നോക്കണ്ട, സ്നേഹം കൊണ്ട് മൂടിയിട്ട കൊണ്ടുവന്നിരിക്കുന്നത്. അവളുടെ സ്നേഹം കണ്ടില്ലേ, അവര് ശരിക്കും അച്ഛനും മകളെയും പോലെ തന്നെയാണ്. പിന്നെ അവൾക്ക് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ എന്ന് പറഞ്ഞ സ്ഥാനം ബാലചന്ദ്രനെ കൊടുത്തു കഴിഞ്ഞു. അതിനൊരിക്കലും എനിക്ക് തട്ടിയെടുക്കാൻ പറ്റില്ല. അതെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അവളുടെ മുമ്പിൽ ഞാനൊരു പപ്പ മാത്രമായിരിക്കും. അവൾക്ക് ഒരിക്കലും എന്നെ അച്ഛനായിട്ട് കാണാൻ പറ്റില്ല. അവള് എപ്പോഴും ബാലചന്ദ്രനെ മാത്രമേ അച്ഛനായിട്ട് കാണുള്ളൂ. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടോ. പക്ഷെ ഞാൻ എപ്പോഴോ എന്റെ കൈ നഷ്ടപ്പെട്ടു പോയി, മരിച്ചു പോയി എന്ന് കരുതിയ എന്റെ മകളാ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇത്രയും വർഷത്തെ സ്നേഹം എനിക്ക് പറ്റുന്ന പോലെ അവൾക്ക് കൊടുക്കണം. സാബ്, അവൾക്ക് ഒരുപാട് ഡ്രസ്സ് കൊടുത്തുകൊണ്ടോ, സ്വർണം വാങ്ങിച്ചു കൊടുത്തോണ്ടോ, കുറെ സ്ഥലം കൊടുത്തത് കൊണ്ടോ, കുറെ നല്ല ഭക്ഷണം കൊടുത്തത് കൊണ്ടൊന്നും അവൾ തൃപ്തിയാവില്ല. അവൾക്ക് സ്നേഹമാണ് വേണ്ടത്. അറിയാലോ, അനാഥാലയത്തിൽ വളർന്ന കുട്ടിയാണല്ലോ. അവർക്ക് സ്നേഹമാണ് എല്ലാത്തിനും വലുത്. അറിയാടോ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്റെ മനസ്സിലെ സ്നേഹം ഞാൻ അവൾക്ക് കൊടുക്കും എന്ന് പറയാണ്. ഒരു കണക്കിന് ആ വൈജയന്തിന്റെ മുഖത്തിന്റെ ഷേപ്പ് നമുക്ക് കിട്ടാത്തത് ഭാഗ്യം. അല്ലെങ്കിൽ ഇവളെ കാണുമ്പോൾ എനിക്ക് വൈജയന്തിനെ ഓർമ്മ വന്നാനെ. ഇപ്പൊ എനിക്ക് ഇവളെ കാണുമ്പോൾ എന്റെ അമ്മേനെയാണ് ഓർമ്മ വരുന്നത് എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. അലീന അവിടെ തന്നെ അങ്ങ് നിൽക്കുവാണ്. സ്റ്റാൻലി അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മോളെ എന്ന് പറയുമ്പോഴേക്കും സ്റ്റാൻലിയുടെ മുഖത്തേക്ക് അലീന നോക്കുവാണ്. ശേഷം ഒന്നും മിണ്ടുന്നൊന്നും ഇല്ല കേട്ടോ. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ എന്നോടൊന്നും മിണ്ടാത്തത്? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടിയായിരുന്നല്ലോ. അത് പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അലീന അകത്ത് കയറാണ്. അപ്പൊ അത് ചേട്ടനോട് പറഞ്ഞ അലീനയുടെ മുറിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അലീന റൂമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ്. സ്റ്റാൻലിക്കാണെങ്കിൽ എന്ത് പറയണമെന്നും എന്ത് ചോദിക്കണമെന്നും എന്ത് കൊടുക്കണമെന്നും ഒന്നും അറിയില്ല. ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പോലും ഒരു മടി ഉള്ളിന്റെ ഉള്ളിൽ. കാരണം ഇത്രയും വർഷമായിട്ട് തന്റെ മോളല്ലേ അത്. അപ്പൊ ഒരു സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അലീന അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒന്നും കഴിക്കണമെന്നില്ല, ഒരു ഇച്ചിരിയൊക്കെ കഴിക്കുന്നുള്ളൂ. ഭയങ്കര വിഷമത്തിലാണ് അലീന. സ്റ്റാൻലി മേടിച്ചെടുത്ത ഡ്രസ്സുകൾ ഒന്നും ഇടുന്നൊന്നുമില്ല. ബാലചന്ദ്രൻ മേടിച്ചെടുത്ത ചുരിദാറുകൾ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇട്ട് നടക്കുന്നത്. അപ്പൊ സ്റ്റാൻലിക്ക് മനസ്സിലായി താൻ ഇനി എന്തൊക്കെ കാണിച്ചാലും ബാലചന്ദ്രൻ അവളുടെ ഉള്ളിൽ നിന്ന് പോവില്ലെന്ന്. അങ്ങനെ അലീനയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി സ്റ്റാൻലി കുറെ നോക്കുന്നുണ്ട്. ശേഷം സ്റ്റാൻലിക്ക് ഒരു ആഗ്രഹം, തന്റെ അച്ഛന് അതായത് പപ്പേനെ അലീനനെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. കാരണം പപ്പക്കാളിലെ ഏറ്റവും കൂടുതൽ സംശയം ഏതോ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ബാലചന്ദ്രനെ പറ്റിക്കുകയാണെന്ന്. ഇവളെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയേണ്ടി വരില്ല, പപ്പയ്ക്ക് എല്ലാം മനസ്സിലായിക്കോളും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പപ്പേനെ കാണിക്കാൻ വേണ്ടി പോകുന്ന ഭാഗവും നമുക്ക് ഈ ആഴ്ച കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ പറഞ്ഞില്ല അലീനയുടെ സ്റ്റാൻലിയുടെ മൂത്ത മോളെ പോലെ തന്നെ ആയിരിക്കണമെന്ന്. അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. നോവലിലും അതെ, ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇരട്ടകളെ പോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് ആ പടത്തിലൊക്കെ. അപ്പൊ ഇവര് ഇത് ശരിക്കും പറഞ്ഞാൽ അലീനയുടെ ട്വിൻസ് ആയിട്ട് വരുമോ അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു അല്ലേ. നോക്കാം ഫ്രണ്ട്സ്. അപ്പൊ മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.